സങ്കീർത്തനം 51:11. ദാവീദിൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. കർത്താവേ, പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. എൻ്റെ ജീവിതത്തിൽ നിന്ന് എന്തൊക്കെ അടർത്തി മാറ്റിയാലും പരിശുദ്ധാത്മാവിനെ എൻ്റെ ജീവിതത്തിൽ അവശേഷിപ്പിക്കണമേ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് എന്തൊക്കെ എടുത്താലാണ് നമ്മൾ അസ്വസ്ഥരാകുന്നത്? ഒരുപക്ഷെ നമ്മുടെ വസ്ത്രം നമ്മളെടുത്താൽ നമ്മൾ അസ്വസ്ഥരാകുമോ? നമ്മുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങളെന്ന് കരുതുന്ന വരുമാനമാർഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകുമോ? നമ്മുടെ ജീവിതത്തിൻ്റെ മക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടതെന്ന് വിചാരിക്കുന്നത് പലതും അടർത്തി മാറ്റി കഴിയുമ്പോൾ, നമ്മുടെ സൗന്ദര്യം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റി കഴിയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബലമെന്ന് കരുതുന്ന സമ്പാദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകുമോ? ജോബ് പറയുക, എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവിനിൽ നിന്ന് അകലുമ്പോഴാണ്. അതുകൊണ്ട് കർത്താവേ, എനിക്കൊരു പ്രാർത്ഥനയുണ്ട്, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, എന്നിൽ നിന്നും പരിശുദ്ധാത്മാവിനെ എടുത്തു മാറ്റരുതേ. സ്നേഹമുള്ളവരെ, എത്ര സുന്ദരമായ പ്രാർത്ഥനയാണ് ഈ പ്രഭാതത്തിൽ. ഇതിനും സുന്ദരമായ ഒരു പ്രാർത്ഥന അച്ഛനെ പഠിപ്പിക്കാനില്ല. പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു മാറ്റരുതേ. എന്നിൽ നിന്ന് എന്തെടുത്തു മാറ്റിയാലും എനിക്ക് വേദനയ്ക്കില്ല, എനിക്ക് നോവില്ല, ഞാൻ സങ്കടപ്പെടില്ല. പക്ഷേ എന്നിൽ പരിശുദ്ധാത്മാവിനെ എന്നിൽ അവശേഷിപ്പിക്കണമേ. ആമേൻ.